വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രം നമ്മൾ അറിയണോ വേണ്ടിയോ? പണ്ട് മുതലേ ഒരു നിഗൂഢ ശാസ്ത്രമായിട്ടാണ് വാസ്തുവിനെ കാണുന്നത്. അധികം ആളുടെയും ധാരണ ഇതെന്തോ ഒരു സ്യൂഡോ സയൻസ് ആണോ, ഒരു കപടശാസ്ത്രമാണോ എന്ന് പോലും അധികം ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന ഡാറ്റ, കളക്ഷൻ ഓഫ് ഡാറ്റ ആ തരത്തിലാണ്. അതായത് ഇന്ത്യൻ ആയിട്ടുള്ളതൊക്കെ പഴഞ്ചനാണ്, ഒന്നിനും കൊള്ളാത്തതാണ്. വെറുതെ ഓരോ പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കിയത് മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ പ്രഭുവിനെ നിങ്ങൾക്കറിയോ? ഇദ്ദേഹത്തിനെയാണ് നമ്മളെ ഇന്ത്യ എങ്ങനെ കീഴടക്കാമെന്ന് പഠനം നടത്താനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ളതാണ് ലോർഡ് മെക്കാളെ. അങ്ങനെ 7 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, തലങ്ങും വിലങ്ങും നടന്നു പഠനം നടത്തി. 1835 അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു റെസൊല്യൂഷൻ വെച്ചു. ഇതിലാണ് അദ്ദേഹം പറയുന്നത്, ഐ ഹാവ് ട്രാവൽഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ. ഞാൻ ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും നടന്നു. പക്ഷേ എനിക്കൊരു ബെഗർ, ഒരു ഭിക്ഷക്കാരനെയോ ഒരു രോഗിയെയോ ഒരു അംഗവൈകല്യമുള്ള ആളെയോ കാണാൻ പറ്റിയിട്ടില്ല. അത്രയും സമൃദ്ധിയുണ്ട് ഈ രാജ്യത്തിൽ. എനിക്ക് തോന്നുന്നില്ല നമ്മൾക്ക് ഈ രാജ്യത്തിന് കീഴടക്കാൻ പറ്റുമെന്ന്, അൺലെസ് നമ്മൾ ഈ രാജ്യത്തിൻ്റെ ബാക്ക് ബോൺ, അതിൻ്റെ നട്ടലായ അതിൻ്റെ സംസ്കാരത്തിന് തകർത്തിയിട്ടില്ല എങ്കിൽ. അതിനായി ഒന്ന്, നമ്മളുടെ സംസ്കാരം മാറ്റാനായിട്ടുള്ള മതപരിവർത്തനങ്ങൾ നടത്തി തുടങ്ങി. 2, ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റം, അതായത് നമുക്കൊരു ഗുരു പരമ്പര, ഒരു ഋഷി അവിടെയുള്ള പോയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, ഋഷിയുടെ വീട്ടിൽ താമസിച്ച് പഠിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ സിസ്റ്റം. ആ ഒരു ഗുരുകുല സമ്പ്രദായത്തിനെ പാടെ മാറ്റിമറിച്ചു. ഇന്നും നമ്മൾക്ക് ഡോക്ടറേറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ 23-24 വയസ്സ് കഴിയണം. പക്ഷേ ഒരു അമേരിക്കക്കാരനാണെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാൻ 13 വയസ്സ് മതി. ഇപ്പോഴ് അതും വീണ്ടും വീണ്ടും ആ വയസ്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് മെക്കാളെ പ്രഭു ഡിസൈൻ ചെയ്തിരിക്കുന്ന അതേ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ആസ് ആൻ ഇന്ത്യൻ നമുക്കതിനെ ഫോളോ ചെയ്തേ പറ്റൂ. ഭാരതത്തിൻ്റെ ചരിത്രം നോക്കുമ്പോഴോ പണ്ടേ തന്നെ ഇവിടെ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ട്. അതിൽ പെടുന്നതാണ് വാസ്തുശാസ്ത്രം. പ്രധാനമായിട്ട് ഒരു 5 ശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളെ ഭാരതത്തിലുള്ള. ഒരു ദർശനശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. അതിൽ പറയുന്നത്, ഒന്നാമത് പറയുന്നത് കായകൽപ്പം. കായം മീൻസ് ശരീരം. ശരീരത്തിനെ കുറിച്ച് കൽപ്പിക്കണ എന്താണോ അതാണ് കായകൽപ്പം. അതാണ് നമ്മളുടെ ആയുർവേദം. രണ്ടാമത് പറയുന്നതാണ് മനോകൽപ്പം, മനസ്സിനെക്കുറിച്ച്. അതായത് ഇന്ത്യൻ മനഃശാസ്ത്രം എന്താണ്? ഇന്ത്യൻ മനഃശാസ്ത്രമാണ് യോഗശാസ്ത്രം. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ട് കൈയും കാലൊക്കെ ഒടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്? ഇതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, യോഗ ചിത്ത വൃത്തി നിരോധന. പതഞ്ജലി മഹാഋഷി പറഞ്ഞതാണത്. യോഗ എന്നാൽ മനസ്സിൻ്റെ വൃത്തികളെ നിയന്ത്രിക്കലാണ്. അതിനായിട്ട് ശരീരത്തിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാം, മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ശ്വാസത്തിനെ നിയന്ത്രിക്കാം. മനസ്സ്, ബുദ്ധി, ശ്വാസം ഇവയുടെ സംയോഗം യോഗ. കൂടെ കൂടെ നമ്മൾ വലുതായി പഠിച്ചു വരുമ്പോൾ ഞാനും പ്രപഞ്ചവും അല്ലെങ്കിൽ ഞാനും ഈശ്വരനോ എല്ലാം ഒന്നാകുന്ന ഒരവസ്ഥ വരും, യോഗശാസ്ത്രം. അപ്പോൾ ആദ്യം പറഞ്ഞത് ആയുർവേദ, രണ്ടാമത് പറയുന്നതാണ് യോഗശാസ്ത്രം, മൂന്നാമത് പറയുന്നതാണ് ഭാഗ്യകൽപ്പം. എങ്ങനെ ഭാഗ്യം ഉണ്ടാക്കാം? ഭാഗ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രം. നമ്മൾ സാധാരണ വാസ്തുക്കാരനെ വിളിക്കാന്ന് പറയുമ്പോൾ അയ്യോ വാസ്തുവോ, അയ്യോ എന്താണ് ഇനിയിപ്പോൾ പ്രശ്നം പറയുക, എന്താ ദോഷം? ഇതാണ് വാസ്തു എന്ന് പറഞ്ഞോ. ഏതൊരു മലയാളി അറിയണ 3 വാക്കുകളാണ്: വാസ്തു, പിന്നെ ദോഷം, പിന്നെ കന്നിമൂല. ഇത് ഏതൊരു മലയാളിക്ക് അറിയാവുന്ന 3 ഭാഷയാണ്. ഇത് എപ്പോഴും നമ്മൾ നോക്കിയിരിക്കുന്നത് എന്താണ്? എന്തോ പ്രശ്നമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഡീപ്പായിട്ടുള്ള സയൻസാണ്. അതായത് എങ്ങനെ സമൃദ്ധിയിൽ ജീവിക്കാം, സമൃദ്ധി എങ്ങനെ ഉണ്ടാക്കാം, സമൃദ്ധി ഉണ്ടാക്കാനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഇതിനെ നമുക്ക് ഭാഗ്യം എന്ന് പറയാം, ഭാഗ്യകൽപ്പം. എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാക്കാം? ഭാഗ്യം ഉണ്ടാക്കണമെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള കുറേ സിസ്റ്റംസ് പറയുന്നുണ്ട്. ഒന്നാമത് തന്നെ നമുക്ക് വരുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ജനിച്ചു വീഴുന്നത്. ഇപ്പോൾ ചില ആളുകൾ കണ്ടില്ലേ, ഫുട്പാത്തിലാവും. ചില ആളുകളോ അംബാനീൻ്റെ മോനായിട്ട് ജനിക്കും,
ഇത് എവിടെയാണോ നമ്മൾ ജനിച്ച് വീഴുന്നത് ആ സ്ഥലത്തിന് ഭാഗ്യം ഉണ്ട്. ഹിന്ദു ആണ്, ഇസ്ലാമാണ്, ഇതൊക്കെ എവിടെയാണോ നമ്മൾ ജനിച്ച് വീഴുന്നത് അതിനനുസരിച്ചിട്ടാണ്. ഇതിന് പറയും ഹെവൻ ലക്ക്, അതായത് ജന്മനാ ഉള്ള ഭാഗ്യം എന്ന് പറയും. സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് 40% ജന്മനാ വരുന്നത്. ബാക്കിയുള്ള 60%, അതിൽ 25% പറയും കർമ്മഫലം എന്ന്. കർമ്മഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, നമ്മൾ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തിക്കും തുല്യമായിട്ടൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. യു ക്യാൻ ഗോ ഫോർ വൈൻ, യു ക്യാൻ ഗോ ഫോർ ഡിവൈൻ, അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈനിന് വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ട് കാത്തു നിന്ന് പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈൻ, ദൈവികതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പോകാം. എവിടെ നമ്മളുടെ ഊർജം ഇടണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതായത് നമ്മൾ എവിടെയാണോ ഊർജം ഇടുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ റിസൾട്ട്. ഇതാണ് കർമ്മഫലം അല്ലെങ്കിൽ കർമ്മഫലം എന്ന് നമ്മളുടെ ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഭാവികൽപ്പം. ഭാവി എന്ന് പറഞ്ഞാൽ നാളെ എന്താകും, അതാണ് ജ്യോതിഷശാസ്ത്രം. പിന്നെ പറയണമെന്നും കൂടി ഉണ്ട് മനോരഞ്ജനകൽപ്പം, മനസ്സിന് എങ്ങനെ സന്തോഷം കൊടുക്കാം, അതാണ് സംഗീതശാസ്ത്രം. ഭരതമുനിയുടെ നാട്യശാസ്ത്രവും ഇതിൽ പെടുന്നതാണ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം ഉണ്ടാക്കാം. സന്തോഷം തനിയെ ഉണ്ടായില്ല, ഉണ്ടാക്കണം. അപ്പോൾ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി ഇതാണ്, എന്നെ നല്ല ഹാപ്പിയാക്കി വെക്കുക, സന്തോഷവാനാക്കുക. അതിനെന്താ വഴി? അതിനാണ് നമ്മൾ ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. വാസ്തുശാസ്ത്രം നിങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ അധ്വാനം കുറയും, നമ്മളുടെ ടെൻഷൻ കുറയും. പകരം പ്രപഞ്ചത്തിൻ്റെ താളത്തിലേക്ക് നമ്മൾ വരും. പ്രപഞ്ചത്തിൻ്റെ താളം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ താളമാണ്. ഉദാഹരണമായിട്ട് പറയുക, ഒരു മാങ്ങയുടെ അടി കുഴിച്ചിട്ടു, മാവുണ്ടായി. എത്ര മാങ്ങ ഉണ്ടാവും? ആയിരക്കണക്കിന്. ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആകെ കൂടി ഒന്നാണ്. ഒരു വിത്ത് കുഴിച്ചിട്ടു, ചെടി വന്നു, ആയിരക്കണക്കിന് ഉണ്ടായി. അതായത് ഇൻവെസ്റ്റ്മെൻ്റ് ആകെ കൂടി ഒന്ന്, റിസൾട്ട് ആയിരക്കണക്കിന്. നമ്മൾ ഹിന്ദു ദേവിമാരെയൊക്കെ കണ്ടില്ലേ? ദരിദ്രവാസിയായിട്ട് ഏതെങ്കിലും ദേവീനെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ സമൃദ്ധിയുടെ പാഠങ്ങളാണ്. സമൃദ്ധി ഉണ്ടാക്കണോ? പ്രപഞ്ചത്തിൻ്റെ താളത്തിലേക്ക് നമ്മൾ ഉയരണം. പ്രപഞ്ചത്തിൻ്റെ താളത്തിലേക്ക് ഉയരാൻ എന്താ വഴി? അതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ചില വീട്ടുകാർ കണ്ടിട്ടുണ്ടാവും വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് നമ്മളെ നെടുമുടി വേണു ചേട്ടൻ പറഞ്ഞ ആ രീതിയിൽ പോകുന്നത്. ചില ആളുകളോ ഒരു ഇതുമില്ല, അടിപൊളിയായിട്ടുള്ള ജീവിതം, സ്വസ്ഥം, എല്ലാ ഇതും ഉണ്ടാവും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി ഉണ്ടാവും. ഇത് വരുന്നത് ഒന്നുകിൽ ജന്മനാളുള്ള ഭാഗ്യം കൊണ്ട്, അല്ല എങ്കിൽ അയാളുടെ കർമ്മം. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്തുപ്രകാരം വരിക എന്ന് പറയുന്നതാണ് മൂന്നാമത്തത്. അതായത് നിങ്ങൾ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളിലാണോ ഇരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയാം, നമ്മളൊരു പൂന്തോട്ടത്തിലിരിക്കുക, നമുക്ക് കുറേ നേരം ഇരിക്കുക, യെസ് ഓർ നോ? അതേ സമയത്ത് നമ്മളൊരു മീൻ മാർക്കറ്റിൽ ഇരിക്കുകയാണെങ്കിലോ അധികം നേരം ഇരിക്കാൻ പറ്റുമോ? നമുക്ക് വേഗം അവിടുന്ന് ഇതാകാൻ തോന്നും അല്ലേ? നമ്മളൊരു ക്ഷേത്രത്തിൽ ഇരിക്കുകയാണ്, പള്ളിയിൽ ഇരിക്കുകയാണ്, വളരെ സ്വസ്ഥമാണ്. അതേ സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിലോ ഇത് നമ്മളെ ചുറ്റുപാട് നമ്മളെ ബാധിക്കും. ഇത് നമ്മളുടെ ചുറ്റുപാടുകളും നമ്മളുമായിട്ടൊരു സിങ്ക്രണൈസ്ഡ് ആണ്. അതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാസ്തുശാസ്ത്രത്തിനെ 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന് കൺസൾട്ടിങ്. ഡോക്ടർ നിശാന്ത് തോപ്പൽ, ഞാൻ തന്നെയാണ് കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ വരും. എന്നിട്ട് നിങ്ങളുടെ വീടും പരിസരമൊക്കെ നോക്കും, എങ്ങനെയുണ്ട്, വാസ്തുവൊക്കെ കറക്റ്റാക്കും. അതൊക്കെ കറക്റ്റാക്കിയിട്ട് നമുക്ക് സമൃദ്ധിയിലേക്ക് ജീവിക്കാനുള്ള വഴികൾ പറഞ്ഞു തരും. 2 മണിക്കൂർ കൊണ്ട് ഏത് പ്രശ്നത്തിനും പരിഹാരം പറഞ്ഞു തരും. ഇതാണ് 1. 2, നിങ്ങൾക്ക് തന്നെ ഈ ശാസ്ത്രം പഠിക്കാം. വാസ്തുഭാരതി എന്ന പേരിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ MG റോഡ് മാരിയമ്മൻ കോവിലിൻ്റെ അടുത്ത് വാസ്തുഭാരതിയുടെ ഓഫീസുണ്ട്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ? വാസ്തുശാസ്ത്രപ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ടൗൺഷിപ്പാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ നടുവാണ്. എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ആളുകൾക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ് തൃശ്ശൂർ. നിങ്ങൾക്കറിയാമോ, കേരളത്തിലുള്ള എല്ലാ സമ്പന്നരും തൃശ്ശൂരിൽ നിന്നാണ്. ആലുക്കാസ് ആയാലും ശരി, മുത്തൂറ്റായാലും ശരി, എന്തിനു പറയുന്നത്, ഇത് യൂസഫ് അലിയാണ് പോലും തൃശ്ശൂർക്കാരനാണ്. ഇതിനൊരു റീസൺ ഉണ്ട്. ഇത് വാസ്തുപരമായിട്ടുള്ളൊരു റീസണാണ്. അപ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരനായ ഞാൻ കരുതി എന്തുകൊണ്ട് തൃശ്ശൂർ തന്നെ വാസ്തുഭാരതിയുടെ ഓഫീസ് സ്ഥാപിച്ചു വിടാമെന്ന്. അങ്ങനെയാണ് വാസ്തുഭാരതി തൃശ്ശൂരിൽ ഇപ്പോൾ 13ാമത്തെ വർഷമാണ് തൃശ്ശൂരിലെ ഓഫീസ്. കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ ഈ സബ്ജക്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, പലതരത്തിലുള്ള കോഴ്സുകളായിട്ട് നമ്മൾ വാസ്തുശാസ്ത്രം കൊടുക്കുകയാണ്. നമ്മൾക്ക് ഓരോ കോഴ്സുകളിലേക്ക് നമുക്ക് വരാം. ആദ്യമായിട്ട് പറയുന്നതാണ് 1 ഇയർ ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം എന്ന് പറയും.
1 വർഷം കൊണ്ട് നിങ്ങളെ നല്ലൊരു വാസ്തു കൺസൾട്ടൻ്റ് ആക്കി മാറ്റാനുള്ളൊരു കോഴ്സാണ് 1 ഇയർ ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം. ഇതിലെന്താ നമ്മൾ പഠിക്കുക? ഇതിൽ നമ്മൾ മയമതം, മാനസാരം, മനുഷ്യാലയ ചന്ദ്രിക, സമരാങ്കണ സൂത്രധാര, ഇങ്ങനെ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള കുറേ വിഷയങ്ങൾ, അതിൻ്റെ കളക്ഷൻ ഓഫ് ഡാറ്റ. പ്ലസ് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാത്ത ഒന്നും തന്നെ നമ്മൾ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കിഴക്കോട്ട് തലവെച്ച് കിടക്കണം? എന്താണ് അതിൻ്റെ സയൻസ്? ഇങ്ങനെ എന്തുകൊണ്ട് വീട്ടിനെ പ്രപഞ്ചത്തിൻ്റെ താളുമായിട്ട് അലൈൻ ചെയ്യണം? ഇതിനൊക്കെ ഒരു സയൻറ്റിഫിക് സൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് കന്നിമൂല. അപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരരുത് സാധാരണ എല്ലാവരും പറയണേ. എന്തുകൊണ്ട്? ഇത് സാധാരണ ഒരു വാസ്തുക്കാരൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. നമ്മളിവിടെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അച്ഛൻ്റെ അടുത്തു നിന്ന് മകൻ പഠിക്കുന്നു, മകൻ്റെ അടുത്തു നിന്ന് അടുത്ത തലമുറ പോകണു. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് പറഞ്ഞു തരാൻ സയൻറ്റിഫിക്കലി ആരും തന്നെ ഇവിടെ പറഞ്ഞ് കൊടുക്കണില്ല. അപ്പോൾ ഞാൻ തന്നെ കുറേ അങ്ങനെയുള്ള പഠനം നടത്തിയപ്പോൾ ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പല സ്ഥലത്തുനിന്ന് കുറേ കളക്ഷൻ ഓഫ് ഡാറ്റ വന്നു. അപ്പോൾ അതിനെല്ലാം കൂടി NACTET, നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രെയിനിങ്, കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃതമാണ്. അവരുടെ ഒരു സർട്ടിഫിക്കേഷനും കൂടി കിട്ടിയപ്പോൾ 1 ഇയർ ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രയായി. നിങ്ങൾക്കും ചെയ്യാം. ഇപ്പോൾ ആഗസ്റ്റ് 15-നാണ് ഒരു ബാച്ച് തുടങ്ങുക. ഇപ്പോൾ 1 ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ. നമ്മൾക്ക് അവസരം ഉപയോഗപ്പെടുത്താൻ വേണമെങ്കിൽ ഈ ബാച്ചിന് തന്നെ ചേരാം. ഇല്ല എങ്കിൽ ജനുവരി 26. അപ്പോൾ ഈ 2 സമയത്തിലായിട്ട് വർഷത്തിൽ 2 ബാച്ചായിട്ടാണ് 1 ഇയർ ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം പോകുന്നത്. വേദിക് വാസ്തുശാസ്ത്രം എന്നതാണ് യഥാർത്ഥത്തിലുള്ള വാസ്തുശാസ്ത്രം. അതായത് നമ്മൾ ഈ ബുക്കിൽ കാണുന്നതും പല ആൾ പറഞ്ഞതും ഒക്കെ ആ വ്യക്തികൾ പറഞ്ഞതും അവരുടെ കണ്ടെത്തലും അവരാശയങ്ങളുമാണ്. ഈ വേദിക് വാസ്തുശാസ്ത്രത്തിൽ യഥാർത്ഥമായിട്ട് എന്താണ് നമ്മളുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അതിനെ എങ്ങനെ നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാം, ഇതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് ഓരോന്നും നമ്മൾ പഠിക്കും. 1 വർഷം കൊണ്ട് നമ്മൾ നല്ലൊരു വാസ്തുശാസ്ത്ര പണ്ഡിതനായി മാറും. അവിടെ നമ്മൾ അപ്ലിക്കേഷൻ പഠിക്കും, കുറ്റിയടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. കൂടാതെ വളരെ സീക്രട്ടായിട്ട് വെച്ചിട്ടുള്ളതുണ്ട്. എന്താണ് ഈ മയമതത്തിലും മനസാരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രത്നദീപ സ്ഥാപന, പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പഞ്ചശിര സ്ഥാപനം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് സയൻറ്റിഫിക് സൈഡും പഠിക്കും, റിയാലിറ്റി പഠിക്കും, ഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നത് അതും പഠിക്കും. 1 വർഷം നിൽക്കുന്ന ഈ കോഴ്സിന് മാസത്തിൽ 2 ക്ലാസ്സുകളേ ഉള്ളൂ. അതും ഓൺലൈനായിട്ടാണ്. ഞായറാഴ്ചകളിലാണ് ഉണ്ടാകുക. പിന്നെ എന്തിനാണ് ഇത് 1 വർഷം കൊടുക്കണത്? കാരണം ക്ലാസ് ഇത്രയേ ഉള്ളൂ എങ്കിലും നിങ്ങളുടെ 1 വർഷത്തെ യാത്രയാണിത്. നമ്മൾ 1 വർഷം കൊണ്ട് നമ്മൾക്ക് ഒരുപാട് സംശയം വരും, ചോദ്യങ്ങൾ വരും. 1 വർഷം കൊണ്ട് നമ്മളെ തന്നെ നല്ലൊരു വാസ്തുശാസ്ത്ര പണ്ഡിതനാക്കി മാറ്റുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സുകളിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾക്ക് അതിൽ മീഡിയാസിൽ കണ്ടതും എല്ലാത്തിൽ നിന്നുള്ള അറിവുകൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, ചോദ്യം ചെയ്യാം, പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലുള്ള ഒരു ഗുരുകുല സിസ്റ്റത്തിലുള്ള ആ ഒരു രീതിയും നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മളുടെ അതിൻ്റെ സയൻറ്റിഫിക് അപ്ലിക്കേഷൻ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ചലനം, ഭൂമിയുടെ ചലനം, എങ്ങനെയാണ് ഇത് നമ്മളെ ബാധിക്കുന്നത്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് കന്നിമൂല എന്നുള്ളത് സയൻറ്റിഫിക്കലി നമ്മൾ പഠിക്കും. നമ്മളെ കേരളത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. നിർഭാഗ്യവശാൽ ഇവരൊക്കെ തന്നെ ചുറ്റളവ്, തച്ചുശാസ്ത്രം ഇതിലാണ് പഠിപ്പിക്കുന്നത്. ഇത് തെറ്റ് എന്നല്ല, നമ്മളുടെ ഒരു കാലത്തെ നമ്മളുടെ ഒരു സിസ്റ്റമായിരുന്നു അത്. പണ്ടത്തെ എൻജിനീയറിംഗ് ആണ് യഥാർത്ഥത്തിൽ തച്ചുശാസ്ത്രം. ഇന്ന് കാലഘട്ടം മാറി. ഇന്ന് നമ്മൾ കഴുക്കോലും അതുപോലെ തന്നെ വാതുക്കട്ടിളയും ഇതിനൊക്കെ പകരമൊക്കെ നമ്മൾ വേറെ മെറ്റീരിയൽസായി. നമ്മൾക്ക് മേൽക്കൂര ഓടിടുന്നതിന് പകരം ഒന്ന് RC ആയി. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ അപ്ലിക്കേഷനും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പർണശാലകളായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ഓലപ്പുരകളൊക്കെ ആകുമ്പോഴും നമുക്ക് കാറ്റ് കിട്ടുമായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ RC വീടാകുമ്പോൾ നമ്മൾ ഫാൻ ഉപയോഗിക്കും, അതുപോലെ തന്നെ AC ഉപയോഗിക്കും. അതായത് നമ്മളൊരു അപ്ഡേഷൻ അതിനനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്രങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മളെ ബേസ് മാറണില്ല. കാരണം സൂര്യൻ ഏത് കാലത്താണെങ്കിലും കിഴക്ക് തന്നെ ഉദിക്കുകയുള്ളൂ. മാറുമോ? ഇല്ല. അപ്പോൾ കിഴക്കുദിക്കുന്ന സൂര്യനെ എങ്ങനെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം,
ഇതാണ് നമ്മൾ ഒരു വർഷം കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഇതിലൂടെ നമുക്ക് എങ്ങനെ സമൃദ്ധി ഉണ്ടാക്കാം, നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കും. ഇതിൽ നിങ്ങൾക്ക് തന്നെ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്ത് നമ്മളെ ജീവിതത്തിൽ തന്നെ ബെറ്റർ ആക്കാം. 2, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാസ്തു കൺസൾട്ടൻ്റായി മാറാം. നല്ല ഒരു ഉപജീവന ഉപാധി കൂടിയാണ്. നല്ല ഫീസും എല്ലാം കിട്ടി നമ്മൾക്കൊരു ഒരു സമൂഹം അംഗീകരിക്കുന്നതും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് വാസ്തു കൺസൾട്ടൻ്റ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എഞ്ചിനീയേഴ്സൊക്കെ അവർ എത്രയോ 4-5 വർഷമൊക്കെയാണ് BRക്കൊക്കെ പഠിച്ചിട്ടൊക്കെ വരുന്നത്. പക്ഷേ ഒരു വാസ്തുകാരൻ വരുമ്പോഴത്തേക്കോ ഈ BRക്ക് പഠിച്ചതും ഇതൊക്കെ മാറ്റിയിട്ട് ഈ 4ാം ക്ലാസ്സുകാരനായിട്ട് വാസ്തുകാരൻ വരുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും. എന്നിട്ട് പറയും ഈ റൂം ഇങ്ങോട്ട് മാറ്റേണ്ടത് ശരിയില്ല. ഇതോടുകൂടി ഈ 5 വർഷം പഠിച്ച പഠിത്തവും ഇദ്ദേഹം പറയണതായി പ്രശ്നമായി. നേരെ മറിച്ച് BRക്കുകാരനാണ്, ആർക്കിടെക്റ്റാണ്, ഒക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡിൽ വാസ്തു കൺസൾട്ടൻ്റ് എന്ന് കൂടി ഉണ്ടെങ്കിലോ എല്ലാ എൻജിനീയേഴ്സും വാസ്തുശാസ്ത്രം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആധികാരികമായിട്ട് നമ്മൾ പഠിക്കും. നമ്മൾക്ക് ഇതിൽ NACTETയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടാതെ വാസ്തു ഭാരതിയുടെ സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇതിൽ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഓരോ തിയറിയുടെയും ബേസ്, ശാസ്ത്രീയത എല്ലാം പഠിക്കും. നമുക്ക് എക്സാം ഉണ്ട്, 5 പേപ്പറാണ് ഉണ്ടാകുക. അതിൽ 2 റിട്ടൺ പേപ്പറാണ്. കൂടാണ്ട് നമുക്കതിലൊരു വൈവ ഉണ്ടാവും, പിന്നെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും, പിന്നെ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാവും. അത് നമ്മളൊരു പ്രൊജക്റ്റ് ബുക്കിലൊക്കെ എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്കൊരു അംഗീകാരം കിട്ടി, നമ്മൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി, ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള വാസ്തു കൺസൾട്ടൻ്റായി മാറാം. ലോകം അംഗീകരിക്കുന്നതും നമ്മളെ എല്ലാ സമൂഹം അംഗീകരിക്കുന്നതും കൂടാതെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് വാസ്തു കൺസൾട്ടൻ്റ് ആകുക എന്നുള്ളത്. എല്ലാവർക്കും സ്വാഗതം. വാസ്തു ഭാരതി ബന്ധപ്പെടുക. എൻ്റെ പേര് ഡോക്ടർ നിശാന്ത് തോപ്പിൽ. എല്ലാത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളൊരു വാസ്തു കൺസൾട്ടൻ്റ് ആക്കി ഈ നാട്ടിനെ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെയും കൂടി ഒരാവശ്യമാണ്. ഓൾ ദ ബെസ്റ്റ്.